എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഭഗവത്ഗീത പഠന ക്ലാസുകളുടെ 3-ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസുകളിൽ സുദർശനം എന്ന എൻ്റെ ഗീതാ വ്യാഖ്യാനത്തിൻ്റെ പശ്ചാത്തലത്തെയും രീതിശാസ്ത്രത്തെയും, അതായത് മെത്തഡോളജി കുറിച്ചാണ് വിശദീകരിച്ചത്. ഈ രീതിശാസ്ത്രത്തിൽ ഭക്തിവിശ്വാസങ്ങൾക്കുപരിയായി യുക്തിക്കും ശാസ്ത്രബോധത്തിനുമാണ് ഊന്നൽ നൽകിയിട്ടുള്ളതെന്നും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണത് വേണ്ടിവരുന്നതെന്നും കഴിഞ്ഞ 2 പ്രഭാഷണങ്ങളിലും ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപൂർണരായ മനുഷ്യരെ ആധ്യാത്മിക സാധനയിലൂടെ പൂർണ്ണരായ മനുഷ്യരിലേക്ക് ഉയർത്തുക എന്ന സിദ്ധാന്തപക്ഷത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ വ്യാഖ്യാനത്തിൽ ഗീതാ പശ്ചാത്തലത്തിലെ കുരുക്ഷേത്ര യുദ്ധക്കളവും ശ്രീകൃഷ്ണനും അർജുനനുമെല്ലാം ഒരു രംഗസൃഷ്ടിയുടെ ഭാഗമായാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളതെന്നും ഈ രംഗസൃഷ്ടിയിലെ ശ്രീകൃഷ്ണാർജുന സംവാദത്തിലൂടെ മാനവരാശിയുടെ നന്മയിലേക്കായി ഗീതാകാരൻ ഉദ്ദേശിച്ചിട്ടുള്ള വേദാന്ത തത്വബോധനത്തിനാണ് പ്രാധാന്യമെന്നും സൂചിപ്പിച്ചിരുന്നു. അതായത് അവതാരപുരുഷനായ ശ്രീകൃഷ്ണൻ്റെ ദൈവീക ശക്തികളല്ല, മറിച്ച് ആർഷഭാരത ഋഷിമനസ്സുകളെയും അവർ പകർന്നു നൽകുന്ന ബൗദ്ധികമായ അറിവുകളെയുമാണ് ഗീതയിൽ നാം ദർശിക്കേണ്ടത് എന്നു സാരം. ഗീതയിലൂടെ ലഭിക്കുന്ന ആത്മജ്ഞാനപരമായ ഈ അറിവുകളെ സ്വബുദ്ധിയിലൂടെ മനനം ചെയ്ത് സാംശീകരിച്ചാൽ മാത്രമേ അത് സ്വാനുഭവമായി മാറുകയുള്ളൂ എന്നും അതുകൊണ്ട് ഗീത പഠിക്കുന്നതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നും പറഞ്ഞിരുന്നു. ഭാഗവതാദി ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന പുരാണ ഭക്തിതലത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ആത്മീയതയിലുള്ള പങ്കിനെക്കുറിച്ച് ഊന്നിപ്പറയുന്ന ഗീതയെ പഠിക്കാൻ ശ്രമിച്ചാൽ അത് ആശയക്കുഴപ്പമുണ്ടാക്കാനേ സഹായിക്കൂ എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഈശ്വരനിലൂടെ നാം സാധാരണ ലക്ഷ്യമാക്കുന്ന നേട്ടങ്ങളല്ല ഗീതാപഠനത്തിലൂടെ ലക്ഷ്യമാക്കേണ്ടതെന്നും ആത്മജ്ഞാനത്തിലൂടെ ഇന്നുള്ളതിലും നല്ലൊരു കാഴ്ചപ്പാടുണ്ടാക്കാനായിട്ടാണ് ഗീത പഠിക്കുന്നതെന്ന ഉറച്ച ബോധ്യം മനസ്സിലുണ്ടാകണമെന്നും ഞാൻ സൂചിപ്പിച്ചുവല്ലോ. മുൻപ് പറഞ്ഞതെല്ലാം ഗീതാ പഠനത്തിൽ വളരെ പ്രസക്തമായ കാര്യങ്ങളായതിനാൽ അവയെല്ലാം വീണ്ടും ചുരുക്കി ഒന്നുകൂടി പറഞ്ഞെന്നേ ഉള്ളൂ. ഗീതാശ്ലോകങ്ങളെ പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രസക്തമായ മറ്റു ചില വിവരങ്ങൾ കൂടി അറിഞ്ഞു വെക്കേണ്ടതുണ്ട്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളും അനുബന്ധ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന 700 ശ്ലോകങ്ങൾ മഹാഭാരതം ഭീഷ്മപർവത്തിലെ 25 മുതൽ 42 വരെയുള്ള 18 അധ്യായങ്ങളിലായി വിവരിച്ചിട്ടുള്ളതിനെയാണ് പൊതുവെ ഭഗവത്ഗീത എന്ന് അറിയപ്പെടുന്നത്. മനുഷ്യരെ ആത്മീയമായി ഉയർത്താൻ ഉദ്ദേശിച്ചുള്ള വേദാന്ത തത്വങ്ങൾ ഓരോ മനുഷ്യനും തൻ്റെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് വെളിപ്പെടുത്തി തരുന്ന മാർഗദർശക ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നും പറയാം. അതായത് ഉപനിഷത്ത് ദർശനങ്ങളുടെ പ്രായോഗിക ആഖ്യാനം കൂടിയാണ് ഭഗവത്ഗീത. കുരുക്ഷേത്രത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും നേർക്കുനേർ യുദ്ധത്തിനായി നിലകൊള്ളേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. സമാധാനത്തിനുള്ള എല്ലാ വഴികളും അടഞ്ഞ് ഒരു ധർമ്മയുദ്ധത്തിലൂടെ മാത്രമേ പാണ്ഡവന്മാർക്ക് അർഹമായ നീതിയും ന്യായവും ഉറപ്പാക്കാൻ കഴിയൂ എന്ന് വന്ന സന്ദർഭത്തിലാണ് യുദ്ധം വേണ്ടി വന്നത്. ഘോരമായ യുദ്ധം നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സാരഥിയായ സഞ്ജയൻ. യുദ്ധത്തിൻ്റെ 10-ാം ദിവസം ശിഖണ്ഡിയുടെ അമ്പേറ്റ് ഭീഷ്മർ നിലംപതിച്ച ശേഷം അക്കാര്യം ഉണർത്തിക്കാൻ ധൃതരാഷ്ട്ര സവിധത്തിലെത്തിയ സഞ്ജയനോട് ഇതുവരെ നടന്ന യുദ്ധത്തിൻ്റെ വിവരങ്ങൾ വിശദമായി പറയാൻ ധൃതരാഷ്ട്രർ ആവശ്യപ്പെട്ടപ്പോൾ യുദ്ധാരംഭം മുതൽ നടന്ന കാര്യങ്ങൾ ദിവ്യദൃഷ്ടിയിലൂടെ നോക്കിക്കണ്ടുകൊണ്ട്, അതായത് സിനിമയിലെ ഫ്ലാഷ് ബാക്കിൽ എന്ന പോലെ സഞ്ജയൻ വർണ്ണിക്കുന്ന രീതിയിലാണ് ഗീത രചിക്കപ്പെട്ടിട്ടുള്ളത്. 18 അധ്യായങ്ങളിലായി 700 ശ്ലോകങ്ങളാണ് ഗീതയിൽ ഉള്ളതെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഏറിയ പങ്കും ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശങ്ങളാണ്. അർജുനൻ കൃഷ്ണനോട് പറയുന്നതായ കുറേ ശ്ലോകങ്ങളും സഞ്ജയൻ ധൃതരാഷ്ട്രരോട് പറയുന്നതായ ചുരുക്കം ചില ശ്ലോകങ്ങളും ധൃതരാഷ്ട്ര സഞ്ജയനോട് ഗീതയുടെ തുടക്കത്തിൽ പറയുന്ന ഒരു ശ്ലോകവും ചേർന്നതാണ് ഈ 700 ശ്ലോകങ്ങൾ. ഗീത 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തിലെ തുടക്ക ശ്ലോകം പ്രക്ഷിപ്തമായി കരുതി ഭഗവത്ഗീതയുടെ അറിയപ്പെടുന്ന ആദ്യ ഭാഷ്യമായ ശങ്കരാചാര്യസ്വാമികളുടെ ശാങ്കര ഭാഷ്യത്തിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനാലാകാം സ്വാമികൾക്ക് പിന്നാലെ വന്ന പല ഗീതാ വ്യാഖ്യാതാക്കളും ഈ ശ്ലോകം അവരുടെ വ്യാഖ്യാനങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ കുറേ വ്യാഖ്യാതാക്കൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്.
ഈ ശ്ലോകം കൂടി ഉൾപ്പെടുത്തിയാൽ ഗീതയിൽ ആകെ 701 ശ്ലോകങ്ങൾ ഉണ്ടാകും. എൻ്റെ ഗ്രന്ഥത്തിൽ ഈ ശ്ലോകവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുരുക്ഷേത്രത്തിൽ 18 അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നത്. പാണ്ഡവപക്ഷത്തെ 7 കൗരവപക്ഷത്തെ 11. പ്രാചീന ഭാരതത്തിലെ ആനയും രഥവും കുതിരയും കാലാൾപ്പടയും അടങ്ങിയ വലിയ ഒരു സേനാവിഭാഗത്തിനെയാണ് അക്ഷൗഹിണി എന്ന് വിളിച്ചിരുന്നത്. ഒരക്ഷൗഹിണിയിൽ എത്ര ആനയും രഥവും കുതിരയും കാലാൾപ്പടയും ഉണ്ടാകുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കോളൂ. ഗൂഗിൾ ചെയ്താൽ കിട്ടുന്നതേ ഉള്ളൂ. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും രഥങ്ങളെയും കൊണ്ട് യുദ്ധക്കളം നിറഞ്ഞിരിക്കുകയാണ്. കൗരവസേനയുടെ വ്യൂഹത്തെ ഒരു പക്ഷിയുടെ രൂപത്തിലും പാണ്ഡവസേനയുടെ വ്യൂഹത്തെ ചക്രാകാരത്തിലുമാണ് വിന്യസിച്ചിരിക്കുന്നത്. 5 വെളുത്ത കുതിരകളെ പൂട്ടിയ അഴകാർന്നൊരു രഥത്തിൻ്റെ തട്ടിൽ കുതിരകളുടെ കടിഞ്ഞാണം കയ്യിൽ പിടിച്ചുകൊണ്ട് തേജസ്വിയായ ശ്രീകൃഷ്ണൻ ഇരിപ്പുണ്ട്. രഥത്തിനുള്ളിൽ ഗാന്ധീവധാരിയായ അർജുനനും. ഇനി യുദ്ധം തുടങ്ങാനായുള്ള കാഹളം മുഴങ്ങുകയേ വേണ്ടൂ. എത്രയോ കാലമായി പാണ്ഡവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിന്ദയ്ക്കും അപമാനത്തിനും പരിഹാസത്തിനും അവഗണനയ്ക്കുമെല്ലാമുള്ള ചുട്ട മറുപടി നൽകാനുള്ള സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. പക്ഷേ നടക്കാൻ പോകുന്നത് എന്താണ്? അർജുന വിഷാദ യോഗം എന്ന ഗീത 1-ാം അധ്യായത്തിലൂടെ നമുക്കതെല്ലാം മനസ്സിലാക്കാം. ഈ അധ്യായത്തിലെ കുറേ ശ്ലോകങ്ങൾ സേനാവിന്യാസത്തെക്കുറിച്ചും സേനാനായകന്മാരെക്കുറിച്ചും എല്ലാം ഉള്ളതാണ്. ഒരു രംഗസൃഷ്ടിയുടെ ഭാഗമായ ഇതെല്ലാം പ്രസക്തവും ഉചിതവുമാണെങ്കിലും ഗീതയുടെ ഉദ്ദേശലക്ഷ്യമായ വേദാന്ത തത്വബോധനവുമായി ഈ ശ്ലോകങ്ങൾക്ക് വലിയ ബന്ധമൊന്നുമില്ല എന്നതിനാൽ ഈ ഭാഗത്തിൽ വലിയ ചർച്ചയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ പൊതുവായ അർത്ഥം പറഞ്ഞു പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സംസ്കൃതത്തിലുള്ള ഗീതാ ശ്ലോകങ്ങളെ മലയാളത്തിലാക്കി അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം വ്യക്തമായി നൽകുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ്. ഇൻ്റർനെറ്റിലും എളുപ്പത്തിൽ ലഭിക്കുന്നതേയുള്ളൂ ഇത്. ഇതിൻ്റെ ഒരു കോപ്പി എല്ലാവരും കയ്യിൽ കരുതുന്നത് നല്ലതാണ്. പഠിക്കുന്ന ശ്ലോകങ്ങളിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം കൂടി മനസ്സിലാക്കിയാൽ ഗീതാ ശ്ലോകങ്ങളുടെ സാരം ഹൃദിസ്ഥമാകുന്നതിന് അത് വളരെ ഉപകരിക്കുന്നതാകും എന്ന് പറയട്ടെ. വാക്കുകളുടെ എല്ലാം അർത്ഥവും പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാൻ ഞാൻ ശ്രമിച്ചാൽ ഈ പ്രഭാഷണ പരമ്പര വളരെ നീണ്ടുപോകും എന്നതിനാലാണ് ഇങ്ങനെ ഞാൻ നിർദ്ദേശിക്കുന്നത്. ഗീതാഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ശ്ലോകാർത്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ഗീതയെ ഞാനും വ്യാഖ്യാനിക്കാൻ പോകുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒരുമാതിരി സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ഗീതയ്ക്കുള്ളിലേക്ക് ഇനി കടക്കാമെന്ന് തോന്നുന്നു. ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം 1-ാം ശ്ലോകത്തിൽ നമുക്ക് തുടങ്ങാം. ധൃതരാഷ്ട്ര ഉവാച, അതായത് ധൃതരാഷ്ട്രർ പറഞ്ഞു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ഇതിൻ്റെ അർത്ഥം, സഞ്ജയ, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യാൻ ഉത്സുകരായ എൻ്റെ മക്കളും പാണ്ഡുവിൻ്റെ മക്കളും ഒത്തുചേർന്നിട്ട് അവരെന്തു ചെയ്തു? ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിക്കുന്ന ഈ ചോദ്യത്തോടെയാണ് ശ്രീമദ് ഭഗവത്ഗീത ആരംഭിക്കുന്നത്. ധൃതരാഷ്ട്രരുടേതായി ഈ ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ, ഈ ഒരേ ഒരു ശ്ലോകമേ ഉള്ളൂ ഭഗവത്ഗീതയിൽ. ഈ ചോദ്യത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ധർമ്മക്ഷേത്രം എന്നാണ് ധൃതരാഷ്ട്ര കുരുക്ഷേത്രത്തിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അതായത് ഗീതാകാരൻ ധൃതരാഷ്ട്രരെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുകയാണ്. എന്തിനായിരിക്കാം ധൃതരാഷ്ട്രരെ കൊണ്ട് കുരുക്ഷേത്രത്തിനെ ധർമ്മക്ഷേത്രമെന്ന് വിളിപ്പിക്കുന്നത്? ഗീതാവ്യാഖ്യാനങ്ങളിലൊന്നും ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതായോ അതിനെന്തെങ്കിലും ഉത്തരം നൽകിയിട്ടുള്ളതായോ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വേദാന്തപരമായ വേദാന്ത തത്വബോധനം ലക്ഷ്യമാക്കുന്ന ഗീതയിലെ എല്ലാ വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും അതിൻ്റേതായ ഒരു പ്രാധാന്യമുണ്ടാകുമെന്ന് മനസ്സിലാക്കുമ്പോൾ ധൃതരാഷ്ട്രരുടെ അധാർമികതയിൽ നിന്നുണ്ടായ ഈ യുദ്ധത്തിൽ ധൃതരാഷ്ട്രരെ കൊണ്ട് തന്നെ കുരുക്ഷേത്രത്തിനെ ധർമ്മക്ഷേത്രം എന്ന് വിളിപ്പിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥം കാണേണ്ടതില്ലേ? യുദ്ധം സർവനാശകരമായിരിക്കുമെന്നും ധൃതരാഷ്ട്രരുടെ മക്കളെല്ലാവരും തന്നെ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും യുദ്ധത്തിന് മുൻപ് ധൃതരാഷ്ട്രയെ സന്ദർശിച്ച വ്യാസൻ പറഞ്ഞിട്ടുള്ളതാണ്.
അപ്പോൾ താനും മക്കളും കൂടി ചെയ്തു കൂട്ടിയ അധർമ്മത്തിൻ്റെ അന്ത്യം ഈ യുദ്ധക്കളത്തിൽ വെച്ച് സംഭവിച്ച് ധർമ്മം പുലരാൻ പോകുന്നു എന്ന ധൃതരാഷ്ട്ര മനസ്സിൻ്റെ ഉൾവിളിയിൽ നിന്നുണ്ടായ ഒരു ബഹിർഗമനമാണോ ധർമ്മക്ഷേത്രം എന്ന ഈ പ്രയോഗം? ഇതെൻ്റെ ഒരു ചിന്ത മാത്രമാണ്. ഞാൻ ഈ ചിന്തിക്കുന്നത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ നമുക്ക് എല്ലാവർക്കും തന്നെ ഇങ്ങനെ ഗീതയുടെ വിവിധ അർത്ഥതലങ്ങൾ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭഗവത്ഗീത തുടങ്ങുന്നത് ആദ്യ ശ്ലോകത്തിലെ ധർമ്മക്ഷേത്രേ എന്ന പദത്തിലെ ധർമ്മത്തിലും അവസാനിക്കുന്നത് 18-ാം അധ്യായത്തിലെ അവസാന ശ്ലോകത്തിലെ നീതർ മമ എന്ന വാക്കിലെ മമയിലുമാണ്. അങ്ങനെ മമധർമ്മമാണ് ഗീതാവിഷയമെന്നാണ് പൂജ്യശ്രീ ചിന്മയാനന്ദ സ്വാമികൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. സനാതനധർമ്മ വിഷയം ആയ ആത്മഗവേഷണമാണ് ഗീതയുടെ ഉള്ളടക്കമെന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. ഇനി നമുക്ക് അടുത്ത ചില ശ്ലോകങ്ങളിലേക്ക് കടക്കാം. ഈ ശ്ലോകങ്ങൾ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഭഗവത്ഗീതയുടെ തത്വബോധനവുമായിട്ട് വളരെ ബന്ധമുള്ളതൊന്നുമല്ല. ഈ ഒരു രംഗസൃഷ്ടിയുടെ ഭാഗമായിട്ട് ഒരു യുദ്ധക്കളവും യുദ്ധക്കളത്തിലുള്ള സേനകളെക്കുറിച്ചും അതിലെ സേനാവിന്യാസത്തെക്കുറിച്ചുമൊക്കെ പറയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ചില ശ്ലോകങ്ങൾ മാത്രമാണ്. ഇതിന് ഭഗവത്ഗീതയുടെ ഗീതാ സന്ദേശങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും നമ്മൾ സമഗ്രമായിട്ട് ഗീത പഠിക്കുന്നതിലേക്കായി ഇത് പഠിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം ഇത് ഗീതാ സന്ദേശവുമായിട്ട് വളരെ ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ നിങ്ങളെല്ലാവരും തന്നെ ഈ ശ്ലോകങ്ങൾ ഒരു പുസ്തകം വാങ്ങി പഠിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സഞ്ജയ ഉവാച ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീത്. ഇതിൻ്റെ അർത്ഥം, സഞ്ജയൻ പറഞ്ഞു, അണിനിരുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് രാജാവായ ദുര്യോധനൻ ദ്രോണാചാര്യരെ സമീപിച്ച് പറഞ്ഞു, പശ്യൈതാം പാണ്ഡുപുത്രാണാമാചാര്യ മഹതീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. ഹേ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ അണിനിരത്തപ്പെട്ട പാണ്ഡവന്മാരുടെ ഈ വലിയ സൈന്യത്തെ കണ്ടാലും. അത്ര ശൂര മഹേശ്വാസ ഭീമാർജുന സമായുധി യുജിധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശ്ചേതികാന കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ. ഇതിൻ്റെ അർത്ഥം, പാണ്ഡവ സൈന്യത്തിൽ ഭീമാർജുന തുല്യരും ശൂരരും വലിയ വില്ലാളികളുമായ യുധാനനും വിരാടനും മഹാരഥനായ ദ്രുപദനും ദൃഷ്ടകേതുവും ചേകിതാനനും വീര്യവാനായ കാശിരാജാവും പുരുജിത്തും കുന്തിഭോജനും നരശ്രേഷ്ഠനായ ശൈബ്യനും വിക്രമനായ യുധാമന്യുവും വീര്യവാനായ ഉത്തമൗജസ്സും സുഭദ്രാതനയനായ അഭിമന്യുവും ദ്രൗപദീപുത്രന്മാരും ഉണ്ട്. അവർ എല്ലാവരും തന്നെ മഹാരഥന്മാരുമാണ്. അസ്മാകം തു വിശിഷ്ടായേ തന്നിബോധദ്വിജോത്തമ നായക മമ സൈന്യസ്യ സ്വപ്നാർത്ഥം താൻ ബ്രവീമി തേ. ബ്രാഹ്മണശ്രേഷ്ഠ, ഇനി നമുക്ക് വിശിഷ്ടന്മാരായി ആരൊക്കെയുണ്ടോ അവരെ അറിഞ്ഞുകൊള്ളുക. എൻ്റെ സൈന്യത്തിൽ നായകന്മാരായ അവരുടെ പേരുകൾ അങ്ങയെ ഓർമ്മിപ്പിക്കുവാനായി ഞാൻ പറയാം. ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയ അശ്വത്ഥാമാ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച അന്യേ ച ബഹവാ ശൂരാ മദർദ്ധേ ത്യക്തജീവിത നാനാശസ്ത്രപ്രഹരണാ സർവേ യുദ്ധവിശാരദാ. ഭവാനും ഭീഷ്മരും കർണനും ജയശാലിയായ കൃപരും വികർണനും ഭൂരിശ്രവസ്സും ജയദ്രഥനും മറ്റനേകം ശൂരന്മാരും എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ സന്നദ്ധരാണ്. എല്ലാവരും പലവിധ ആയുധങ്ങൾ പ്രയോഗിക്കുന്നവരും യുദ്ധം ചെയ്യാൻ സമർത്ഥരുമാണ്.
അപര്യാപ്തം തതസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദിതമേതേഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മരക്ഷിതമായ നമ്മുടെ സൈന്യം അപര്യാപ്തവും ഭീമൻ രക്ഷിക്കുന്ന അവരുടെ സൈന്യം പര്യാപ്തവുമാണ്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് നിലയുറപ്പിച്ചു നിന്ന് ഭീഷ്മരെ കാത്തുരക്ഷിക്കണം. ഗീതയുടെ ആദ്യത്തെ 10 ശ്ലോകങ്ങളാണ് ഇതുവരെ നമ്മൾ പഠിച്ചത് അല്ലെങ്കിൽ കണ്ടത്. ഇതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഗീതയുടെ സന്ദേശവുമായിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല, എങ്കിലും ഇത് നമ്മൾ പഠിക്കണം എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇതിൽ ഈ ശ്ലോകങ്ങളിൽ യഥാർത്ഥത്തിൽ ദുര്യോധനൻ പറയുന്നതായിട്ടാണ് മിക്ക ശ്ലോകങ്ങളും നമ്മൾ കാണുന്നത്. ദുര്യോധനൻ തൻ്റെ സൈന്യത്തെ കുറിച്ച് പറയുന്നു. പിന്നെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിൽ നമുക്ക് ചിലത് വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാം. ദുര്യോധനൻ്റെ വാക്കുകളെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ ദുര്യോധനനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദുര്യോധനൻ്റെ വാക്കുകളെയാണ് നമ്മളൊന്ന് വിശകലനം ചെയ്യാൻ പോകുന്നത്. എൻ്റെ സൈന്യത്തിലുള്ള വിശിഷ്ടരായ നായകന്മാരുടെ പേരുകൾ അങ്ങയെ ഓർമ്മിപ്പിക്കുവാനായി പറയാം. ഭവാനും കർണനും ഭീഷ്മരും കൃപരും അശ്വത്ഥാമാവും മറ്റനേകം ശൂരരും എനിക്ക് വേണ്ടി ജീവൻ ഉപേക്ഷിക്കാൻ സന്നദ്ധരാണ്. ഇങ്ങനെ ദുര്യോധനൻ ആചാര്യനായ ദ്രോണരോട് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? താൻ രാജാവാണെന്നും ഉള്ള ഒരു അഹങ്കാരം ദുര്യോധനൻ്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ദ്രോണരോട് ഇക്കാര്യങ്ങളൊക്കെ തിരിച്ചിങ്ങനെ പറയേണ്ടതുണ്ടോ? അപ്പോൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ, തൻ്റെ പക്ഷം യുദ്ധത്തിൽ പരാജയപ്പെടുമോ എന്നൊരു ഭയാശങ്കയാണ് ഈ കാണിക്കുന്നതല്ല. ദുര്യോധനന് വളരെ വീരവാനായിട്ടൊക്കെ നിലകൊള്ളുന്നു എങ്കിലും മറുപക്ഷത്തിലുള്ള മഹാരഥന്മാരെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലൊരു ഭയമുണ്ട് യുദ്ധത്തിൽ പരാജയപ്പെടുമോ എന്ന്. ഭീഷ്മരും ദ്രോണാചാര്യരും കൃപരും മറ്റും ദുര്യോധന പക്ഷത്ത് നിൽക്കുന്നത് ദുര്യോധനോടുള്ള മമത കൊണ്ടല്ല, മറിച്ച് ഭീഷ്മ പിതാമഹനോടുള്ള കൂറുകൊണ്ട് മാത്രമാണെന്ന് മഹാഭാരതം വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. അപ്പം ഇരുട്ടിൽ നടക്കുമ്പോൾ ഭയമകറ്റാനായി ചൂളം വിളിക്കുന്നത് പോലെ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങളുടെ കുറ്റബോധത്താൽ ഉള്ളിൽ നിറയുന്ന ഭയം അകറ്റാനായി ദുര്യോധനൻ നടത്തുന്ന ജൽപ്പനങ്ങളാണ് ഇതൊക്കെ എന്നാണ് ചിന്മയാനന്ദ സ്വാമികളുടെ അഭിപ്രായം. ഭീഷ്മരക്ഷിതമായ നമ്മുടെ സൈന്യം അപര്യാപ്തവും ഭീമൻ രക്ഷിക്കുന്ന അവരുടെ സൈന്യം പര്യാപ്തവുമാണെന്ന് പറയുന്നതിലൂടെ ഈ പരാജയബോധം മറനീക്കി പുറത്തു വരികയാണ്. നമ്മുടെ സൈന്യം പാണ്ഡവ സൈന്യത്തേക്കാൾ വളരെ വലുതാണെങ്കിലും അപര്യാപ്തമാണെന്നാണ് ദുര്യോധനന് തോന്നുന്നത്. കാരണം സ്വന്തം സൈന്യത്തിന് എണ്ണമല്ലാതെ വണ്ണമില്ലെന്നും ദുര്യോധനൻ അറിയാം. അധർമ്മത്തോടൊപ്പം നിൽക്കുന്ന ഒരു വലിയ സൈന്യത്തിന് തന്നോട് വലിയ കൂറൊന്നുമില്ലെന്നും എന്നാൽ യുദ്ധവിജയത്തിന് അവശ്യം വേണ്ടത് അതാണെന്നും ദുര്യോധനൻ നന്നായി അറിയാം. എത്ര വലിയ സൈന്യത്തെയും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന കൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിരവധി മഹാരഥന്മാർ അപ്പുറത്തുണ്ടെന്നും ദുര്യോധനൻ അറിയാം. ഇതിനൊക്കെ ഉപരിയായി സത്യവും ന്യായവും ഉള്ളത് അപ്പുറത്താണല്ലോ. പാണ്ഡവസേനയുടെ നായകന്മാരുടെ പേരുകൾ എണ്ണി പറയുന്ന സമയത്ത് അവരുടെ കഴിവുകളെ എടുത്തു കാണിക്കാനായി വിശേഷണ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ സ്വന്തം പക്ഷത്തിൻ്റെ നായകന്മാരുടെ പേരുകൾക്കൊപ്പം അങ്ങനെയൊന്നും ദുര്യോധനൻ പ്രയോഗിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അടുത്ത ശ്ലോകത്തിൽ എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ച് നിന്നുകൊണ്ട് ഭീഷ്മരെ കാത്തുരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അവിടെയും ദുര്യോധനൻ്റെ പരാജയഭീതിയാണ് നിഴലിക്കുന്നത്. സൈന്യാധിപനെ, അതായത് കൗരവപക്ഷത്തിൻ്റെ സൈന്യാധിപനാണ് ഭീഷ്മർ. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ കാര്യം പരുങ്ങലിലാകുമല്ലോ. അധർമ്മത്തിൻ്റെ ഫലം വിനാശമായിരിക്കും എന്നറിയാവുന്ന ദുര്യോധനൻ്റെ കുറ്റബോധത്താലുള്ള ഉൾഭയമാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം തന്നെ നിഴലിക്കുന്നത്. ഇതാണ് നമുക്ക് ഈ കഴിഞ്ഞ 10 ശ്ലോകങ്ങളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന ഒരു കാര്യം. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ആഴ്ച മുതൽ 11-ാം ശ്ലോകം മുതൽ തുടങ്ങുകയാണ്. ഒരു 25-ാം ശ്ലോകം വരെ, ഒരു 20-ന് ശേഷം വരെ ഈ ഭഗവത്ഗീതയുടെ ഈ മാതിരിയുള്ള യുദ്ധത്തിൻ്റെ പശ്ചാത്തല വിവരങ്ങളൊക്കെയാണ് വരുന്നത്.
ഒരു 20 ശേഷം 25 ശ്ലോകമൊക്കെ ആകുമ്പോഴാണ് അർജുനൻ്റെ വിഷാദം ഒക്കെ പ്രകടമായി വരുന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ അധ്യായത്തിന് അർജുന വിഷാദ യോഗം എന്നുള്ള പേര് അനർത്ഥമാകാൻ പോകുന്നത്. അതുവരെ നമ്മൾ ഈ പശ്ചാത്തല വിവരങ്ങളൊക്കെ പഠിക്കുന്നത്. ഇത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പുസ്തകം വാങ്ങിയിട്ട് ഈ ശ്ലോകങ്ങളെല്ലാം ഒന്ന് നോക്കുക. ഏതായാലും നമ്മൾ ഗീത പഠിക്കുകയാണ്. അപ്പോൾ ഗീതയുടെ പ്രസക്തമാണല്ലോ അപ്രസക്തമാണല്ലോ എങ്ങനെയാണെങ്കിലും ശരി എല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ ഇവിടെ കൂടുതലായിട്ട് വിശദീകരിക്കാനൊന്നും ഇല്ലാത്തതിനാൽ ഞാൻ അങ്ങനെ ഉള്ളൊരു വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.